എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. പൂരാടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 2026 എങ്ങനെയാണ് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൂരാടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 2026 എങ്ങനെയാണ് എന്ന് നോക്കാം. Strength card, 7 of Cups, energy connections, 3 of Pentacles, 10 of Wands, Knight of Wands, and last വന്നിട്ട് King of Wands and Knight of Wands. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് പറയുന്നത് ആദ്യം തന്നെ നിങ്ങളുടെ എനർജി സ്ട്രെങ്ത് കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളിലാണ് നിങ്ങൾ സ്ഥിരത ആഗ്രഹിക്കുന്ന കാര്യത്തിലൊക്കെ സ്ഥിരത നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. അതേപോലെ ജീവിതത്തിലൊരു സെൻസിബിളായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. കാര്യങ്ങൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഈ ഒരു മാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയാണോ ഉള്ളത് അതിലൊന്നും വലിയ ശ്രദ്ധ കൊടുക്കുന്നില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട രീതിയിൽ വലിയ ഒരു വ്യത്യാസം പ്രത്യേകിച്ച് നിങ്ങളുടെ ചില ബന്ധങ്ങളിൽ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിന് ആ ബന്ധം നിലനിർത്തിക്കൊണ്ടുപോകാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ പലരും എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വിവാഹമാണെങ്കിൽ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതങ്ങോട്ട് പോവുകയാണ്. അതിന് എല്ലാ ബന്ധങ്ങളും നിലനിർത്തിക്കൊണ്ടുപോകാൻ അതിനൊരു പ്രയത്നത്തിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളത് പലരും മനസ്സിലാക്കുന്നില്ല. പ്രത്യേകിച്ച് നാട്ടിലത്തെ ഒരു സിറ്റുവേഷൻ, കേരളത്തിലോ ഇന്ത്യയിലോ എവിടെയാണെങ്കിലും അതങ്ങനെ അതിൻ്റെ വഴിക്ക് പോകും. അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എഫേർട്ട് എടുക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുകയും ആ ഒരു ബന്ധം നിലനിർത്തി കൊണ്ടുപോകാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ളത്. അതായത് മെയിനായിട്ട് ഇമോഷണലി മെൻ്റലി സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലും പലതരത്തിലും ഫിസിക്കലി സഹായം ആവശ്യമുള്ളവരെ സഹായിക്കുന്നു. അതുപോലൊക്കെ ഉള്ളൊരു സാഹചര്യം അത് മനസ്സിലാക്കി അറിഞ്ഞ് പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഹീലിംഗ് ആണ് കൂടുതൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആ ഒരു വ്യക്തി നിങ്ങളുടെ സുഹൃത്താവാം, നിങ്ങളുടെ ജീവിത പങ്കാളിയാവാം, പാരൻസ് ആവാം, ആര് വേണമെങ്കിലും. അപ്പോൾ ഹീൽ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പോസിബിളി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഹീൽ ചെയ്യാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നു എന്നുള്ളതും. അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, ഏത് രീതിയിലാണോ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിലേക്ക് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ലിറ്ററലി പല കാര്യങ്ങളും നിങ്ങൾ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അത് നിങ്ങളുടെ ഉള്ളിലുള്ള ചില പ്രത്യേക ചിന്തകൾ മാറ്റുന്ന അനാവശ്യമായിട്ട് ആവശ്യത്തിൽ കവിഞ്ഞുള്ള എല്ലാം കൂടുതൽ അമൃതമായാലും അധികമായാൽ വിഷമാണെന്നാണ് നമ്മൾ പറയുന്നത്. ഭക്ഷണമായാലും റെസ്റ്റ് ആയാലും റിലാക്സ് റെസ്റ്റ് ചെയ്യാൻ നല്ല കാര്യം. പക്ഷെ ആവശ്യത്തിൽ കവിഞ്ഞ് റെസ്റ്റ് വേണ്ട, ഇടയ്ക്ക് മൂവ്മെൻറ്റ്സ് ആവശ്യമാണ്, എക്സസൈസ് കാര്യങ്ങൾ ആവശ്യമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു. 7 ഓഫ് കപ്സ് എനർജിയാണ്. ഓപ്പർച്യൂണിറ്റി, അവസരം നിങ്ങളെ തേടി വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിച്ച അവസരം നിങ്ങളിലേക്ക് വരുന്നു. അപ്പോൾ നിങ്ങളൊരു ജോലി ചെയ്യുന്ന ഒരാളാണ്, പക്ഷെ നിങ്ങൾ ആ ജോലിയിൽ തൃപ്തരല്ല എങ്കിൽ നിങ്ങൾക്ക് തൃപ്തിയുള്ള ഒരു ജോലി എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടെത്തണം. പലപ്പോഴും എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മളൊരു ജോലിയിൽ തൃപ്തരല്ല എങ്കിൽ അപ്പോൾ നമ്മൾ ആ ജോലിയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമ്മൾ എന്തുകൊണ്ടോ വേറൊരു ജോലിയും കിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾ എന്തിലാണ് നിങ്ങളുടെ കഴിവ്, ഇപ്പോൾ നിങ്ങളൊരു ചിത്രം വരയ്ക്കുന്ന ആളാണെങ്കിൽ അതിലൂടെ വരുമാനമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയാണ് സ്വതസിദ്ധമായിട്ട് ആദ്യം വരുന്നൊരു കാര്യമാണ്. കാരണം നമ്മുടെ സോഷ്യൽ കണ്ടീഷനിങ് അതുപോലെയാണ്. പക്ഷേ നിങ്ങൾ അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിച്ചിട്ടില്ലല്ലോ. പ്രയത്നിച്ച് നോക്കാതെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം അതെങ്ങനെ വർക്കാവും എന്നുള്ളത്. അപ്പോൾ അതിന് ഉടനെ ജോലി രാജിവെച്ച് പോകുക എന്നുള്ളതല്ല, സൈഡായിട്ട് നിങ്ങൾ ചെറിയ രീതിയിൽ പ്രയത്നിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം മൈൻഡിൽ നിന്ന് ഇതുകൊണ്ടൊന്നും നടക്കില്ല എന്നുള്ള ചിന്ത തന്നെ മാറ്റുക. കാരണം നമ്മളിപ്പോൾ വീഡിയോസ് ചെയ്യുമ്പോൾ ആളുകൾ ഫസ്റ്റ് അടുത്ത മാസത്തേക്ക് ചെയ്യുമ്പോൾ തുടങ്ങിയിട്ട് പോലും ഉണ്ടാവില്ല, അതിന് മുമ്പ് ഇതൊന്നും നടക്കില്ല എന്നുള്ളൊരു പറയുന്നവരുണ്ട്. അവരുടെ ലൈഫിൽ ഒരിക്കലും ഒന്നും നടക്കില്ല. കാരണം നമ്മൾ അവരുടെ ലൈഫിൽ നടക്കരുതെന്ന് അവർ സ്വയം തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ ഇനി ദൈവം വിചാരിച്ച പോലും കാര്യങ്ങളൊന്നും നടക്കില്ല. കാരണം അവരത് നല്ല കാര്യങ്ങൾ നടക്കില്ല എന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഇതും അതുപോലെ തന്നെ ചിന്തിക്കാം. മാനിഫെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സമയമാണ്. മാനിഫെസ്റ്റ് ചെയ്യുക. ലിയോ എനർജിയാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടുന്ന സമയം. അത് സൂര്യൻ്റേതായിട്ടുള്ളൊരു എനർജിയാണ്. ശാരീരികമായിട്ട് പറയുകയാണെങ്കിൽ ബോൺസ്, ടീത്ത് അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയമാണ്. അതേപോലെ ഇമോഷണലി വളരെ മെൻ്റലി ഒക്കെ
ഒക്കെ നിങ്ങൾക്ക് ഒത്തിരി വ്യക്തതയൊക്കെ ഉള്ള സമയമാണ്. മറ്റുള്ളവരെ നയിക്കാനും സഹായിക്കാനും ഒക്കെ കഴിവുള്ള സമയമാണ്. എന്ത് തരത്തിലുള്ള ജോലിയാണോ നിങ്ങൾക്ക് താല്പര്യം അത് കണ്ടെത്തി അതിൽ പ്രയത്നിച്ച് മുന്നോട്ടേക്ക് പോവുക. നിങ്ങൾ ശ്രമിച്ചാൽ അതിന് സാധിക്കും. 3 of Pentacles എനർജിയാണ്. അപ്പം ബിസിനസ് സൂചിപ്പിക്കുന്നുണ്ട്, മാത്രമല്ല പാർട്ട്ണർഷിപ്പ് ബിസിനസ്സും നല്ലതാണ്. നിങ്ങളെ സംബന്ധിച്ച് പാർട്ട്ണർഷിപ്പ് ബിസിനസ് നല്ലതാണ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഒരു പ്രത്യേകതയാണ് നിങ്ങൾക്ക് ആളുകളെ തിരിച്ചറിയാനുള്ള ഒരു കഴിവില്ല. അപ്പോൾ അഥവാ നിങ്ങളൊരു ബിസിനസ്സിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ളൊരു റിലീജിയസ് ആയിട്ടാണെങ്കിൽ ഒന്നുകിൽ അതുപോലുള്ള ആരെങ്കിലും കൺസൾട്ട് ചെയ്യാം, അല്ലെങ്കിൽ ലീഗലായിട്ട് കാര്യങ്ങൾ ലീഗലായിട്ട് എന്തായാലും മുന്നോട്ടേക്ക് പോകണം. അപ്പോൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ എഴുതി ചേർത്ത് കൊണ്ട് പറയുന്നത്, അത് പണമിടപാട് പ്രത്യേകിച്ച് ഒരാൾക്ക് രേഖയില്ലാതെ ഒന്നും കൊടുക്കാതിരിക്കുക എന്നുള്ളതും എന്ത് കാര്യം ചെയ്യാനാണെങ്കിലും പ്രൂഫാണ്. അത് പെട്ടെന്നൊരു സിറ്റുവേഷൻ വന്നെന്നിരിക്കെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് എങ്കിൽ അത്രയും എമർജൻസി സിറ്റുവേഷൻ പറയേണ്ടവരോട് പറയുക, എമർജൻസി ആയതുകൊണ്ട് ഇപ്പോൾ എത്താൻ പറ്റില്ല എന്നുള്ള രീതിയിൽ. അല്ലാതെ ഒരു കാരണവശാലും മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് പണം കാര്യങ്ങളും ചെയ്യാതിരിക്കുക. അതിനിപ്പോൾ ചിലപ്പോൾ ആ പറയുന്ന വ്യക്തി നല്ല വ്യക്തിയോ ചീത്ത വ്യക്തിയോ എന്നുള്ളതല്ല, മറ്റൊരാളുടെ കൈവഴി ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വേറെ ആളിലേക്ക് പോകുന്നത് അവർ വേറെ ആരെങ്കിലും വിശ്വസിച്ച് ഏൽപ്പിക്കുന്നതോ ആവാം. അവർ നല്ലതായതുകൊണ്ട് അവർ വിശ്വസിക്കുന്ന ആളുകളും നല്ലതായിരിക്കണം എന്നില്ല. എന്ത് സിറ്റുവേഷൻ ആയാലും നിങ്ങൾ ഇങ്ങനെ ഒരു ഇതിലേക്ക് പാർട്ട്ണർഷിപ്പിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ ഒന്നുകിൽ ജാതകത്തിലൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ നോക്കി പോവുക എന്നുള്ളത്. എന്തായാലും സൗഹൃദങ്ങൾ നല്ല ഫാമിലി ബിസിനസ്സായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫാമിലി ബിസിനസ്സിലേക്ക് പോകുന്നത് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണ് എങ്കിൽ അവരുടെ നിങ്ങൾക്ക് ചേരുന്ന കാര്യങ്ങളാണോ എന്നുള്ളത് നോക്കിയതിന് ശേഷം പോവുക. പിന്നെ നിങ്ങളെപ്പോഴും ഒരു ടീം വർക്കിലാണ് മുന്നോട്ടേക്ക്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നൊരു, അതൊരു നെഗറ്റീവ് ഇതിലല്ല, പല കാര്യങ്ങളിലും പറയാം. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിന്നാൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഒരു സപ്പോർട്ട് സിസ്റ്റം ആവശ്യമാണ്. അതിപ്പോൾ നിങ്ങളുടെ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ഭാര്യയോ ഭർത്താവോ സുഹൃത്തുക്കളോ ആരുമാവോ, ആ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോവുക. ഒറ്റയ്ക്കൊരു കാര്യം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. 10 of Wands എനർജി കണക്ഷൻസ് ആണ്. യാത്രകൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വിദേശത്തേക്കുള്ള യാത്ര, വിദേശവാസയോഗവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പഠിക്കാൻ അതേപോലെ ജോലി ചെയ്യാനൊക്കെ ആയിട്ട് വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള അവസരമുണ്ട്. വിദേശ രാജ്യത്ത് ചേക്കേറി പാർക്കാനുള്ള അവസരമുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജി ഇപ്പോൾ അതാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇതിനു മുമ്പും ഇപ്പോഴും ഒത്തിരി തവണ വിദേശത്ത് പോകാനുള്ള അവസരം വന്നിട്ടുണ്ടാവും. നിങ്ങളായിട്ടത് മാറ്റിയിട്ടുണ്ടാവും. ഇപ്പോൾ വീണ്ടും ഒരു അവസരം വരികയാണ്. പ്രായം നിങ്ങൾക്കൊരു പരിധിയല്ല ഒരിക്കലും. കാരണം നിങ്ങൾക്ക് ഏത് പ്രായത്തിലും ജോലിക്കുള്ള ഒരു എനർജി ഉണ്ട്. പക്ഷേ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വളരെ ഇൻസെക്യൂറാണ്. സ്വയം ഒരു വിശ്വാസമില്ല. പക്ഷെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ചുറ്റുമുണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പറയുന്ന അനുസരിച്ച് മുന്നോട്ടേക്ക് പോകാൻ നിങ്ങളെപ്പോഴും ഒത്തിരി നെഗറ്റീവാണ്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നെഗറ്റീവ് പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ ഈ പായാരം പറയുക, സങ്കടം പറയുക, എപ്പോഴും ദുരിതം പറയുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് നിൽക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള ആളുകളിൽ നിന്ന് അകന്ന് നിൽക്കുന്നു. നിങ്ങൾക്കുള്ള വിശ്വാസമില്ലായ്മ കൊണ്ട്, സ്വയമുള്ള വിശ്വാസമില്ലായ്മ കൊണ്ട്. അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുക, പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുക. കിങ് ഓഫ് ഫോൺസ് എനർജിയാണ്. കിങ് ഓഫ് ഫോൺസ് എനർജി സൂചിപ്പിക്കുന്നത് രാജകീയ ഒരു എനർജിയാണ്. രാജയോഗമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സാധ്യമാകുന്നുണ്ട്. അതുപോലെ അത് സ്വയം വിശ്വസിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് പ്രായഭേദമന്യേ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് 25 വയസ്സാണെങ്കിലും 75 വയസ്സാണെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സമയമാണ്. നിങ്ങൾ സ്വയം വിശ്വസിക്കുക, അതിന് പ്രയത്നിക്കുകയും ചെയ്താൽ പിന്നെ ഉള്ളിലുള്ള സ്വതസിദ്ധമായിട്ടുള്ള നെഗറ്റിവിറ്റി മാറ്റിവെച്ച് ഇതൊന്നും ശരിയാവില്ല, ഇതൊന്നും നടക്കില്ല എന്ന ചിന്ത മാറ്റിവെച്ച് പോസിറ്റീവായിട്ട് ആരാണോ പറയുന്നത് ആ രീതിയിൽ കൂടെ പോകുന്നുണ്ട് എങ്കിൽ വലിയൊരു പൊസിഷനിലേക്ക് വരാനുള്ള സാധ്യത, ഹയർ പൊസിഷനിലേക്ക് സാമ്പത്തികമായിട്ടും ജോലി സംബന്ധമായിട്ടും ഒക്കെ വരാൻ ഉള്ളൊരു അവസരം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നൈറ്റ് ഓഫ് ഫോൺസ് എനർജിയാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടെന്നുള്ളൊരു സ്വപ്നം മനസ്സിലുണ്ടെങ്കിൽ അത് സാധ്യമാകുന്നൊരു സമയം, വർഷം കൂടിയിട്ട് ആണ് ഈ ഒരു വർഷം. അതിൻ്റെ തുടക്കം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മാസം, ഫെബ്രുവരി മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതും സംബന്ധിച്ച് യാത്രകൾ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഭാഗവതം വായിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ ശ്രീമദ് ഭാഗവതം വായിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്ന ഒരു സമയമാണ്, നേടുന്ന ഒരു സമയമാണ്. അപ്പോൾ ശ്രീമദ് ഭാഗവതം ഇപ്പോൾ വായിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണോ ആ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്, അതുപോലെ നിങ്ങളുടെ ജീവിതം വളരെ സുന്ദരമായിട്ട് മുന്നോട്ടേക്ക് വരുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക്
ആ ഒരു ദൈവികമായിട്ടുള്ള ഒരു അനുഗ്രഹം, ഒരു സുപ്രീം പവർ നിങ്ങളെ അനുഗ്രഹിക്കുന്ന എനർജിയാണ്. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മാസമാണ്. ഒന്നും വിട്ട് കളയാതിരിക്കുക. ആ ഒരു എനർജിയോട് കൂടിയിട്ട് മുന്നോട്ടേക്ക് പോകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.